ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടു ഡ്രീം ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹോം മെയ്ഡ് ക്ലേ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ബക്കറ്റ് ക്ലേ ആണ്. ഇതിലൊക്കെ ക്ലേക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് വേണ്ട കളറിൽ സെറ്റ് ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ വിനാഗറും അതുപോലെ തന്നെ ഒരു ഫെവിക്കോൾ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ട് ഒരു ടീസ്പൂണും പിന്നെ മൈദ പൗഡറാണ് എടുക്കുന്നത് കേട്ടോ. നോർമൽ മൈദ പൗഡർ തന്നെയാണ്. ഇനി നിങ്ങൾക്കൊരു ബൗളിലേക്ക് എടുക്കാം. ഞാനിവിടെ കഴിഞ്ഞ ക്ലേയുടെ ബാസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്കൊരു 6 ടീസ്പൂണോളം മൈദ പൗഡർ ആഡാക്കി ഇനി 2 ടീസ്പൂൺ വിനാഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 2 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ കുറച്ച് ഒന്ന് ഇത്തിരി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2.5 ടീസ്പൂണൊക്കെയാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി വേണ്ടത് ഫെവിക്കോളാണ് കേട്ടോ. അപ്പോൾ ഫെവിക്കോൾ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫെവിക്കോൾ എടുത്തിട്ട് ഒരു 3 ടീസ്പൂൺ ഫെവിക്കോൾ ഈ ഒരു അളവിൽ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 ടീസ്പൂണാണ് ഒഴിക്കുന്നത്. കറക്റ്റ് ഈ ഒരു ടീസ്പൂണിൽ 3 ടീസ്പൂൺ നിറച്ച് ഫെവിക്കോൾ എടുത്ത് ഒഴിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഫെവിക്കോൾ ഒഴിച്ചതിന് ശേഷം ഈ ഒരു ടീസ്പൂൺ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് ഒരു ബോളാക്കി എടുക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ വലിയ കേട്ടോ. നല്ലോണം ബോളാക്കി എടുക്കുക. നമ്മളെ കയ്യിലൊക്കെ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കും, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ അത് നമ്മളെ കയ്യിലുള്ളതൊക്കെ നമ്മൾ ഇതിലേക്ക് തന്നെ ഇങ്ങനെ വലിച്ച് കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ കുഞ്ഞു 2 ബോളാക്കുക. നമ്മളെ കയ്യിലുള്ള ക്വാണ്ടിറ്റിൻ്റെ 2 ബോളാക്കിയിട്ട് നല്ല രീതിയിൽ പതുക്കെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലും ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞു ബോളാക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലോണം കയ്യിലിട്ടിട്ട് ഇങ്ങനെ വലിച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ട് പിന്നെ ഒരുമിച്ചാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. സെറ്റ് ആയിട്ടുണ്ട് ക്ലേ. ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ്. ഇത് വൈറ്റ് കളർ ക്ലേ ആണ് കേട്ടോ, കാരണം കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു മോൾഡ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കണ്ടോ അടിപൊളിയാണ് കണ്ടോ. നിങ്ങൾക്ക് നോർമൽ വൈറ്റ് ക്ലേ വെച്ച് സെറ്റ് ചെയ്യുന്ന അതേപോലെ കിട്ടും. സോഫ്റ്റ് ആണ്, നമുക്ക് ഇലാസ്റ്റിക് ആണ്, എല്ലാം ആണ്. ഓയിലി ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാം. ഇനി നമുക്ക് കളർ ആഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് വെച്ചതിന് ശേഷം ഇവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കളർ ഒറ്റയടിക്ക് ഒഴിക്കരുത്, പകരം എന്ത് ചെയ്യുക, 1-2 ഡ്രോപ്പ്. ഞാനിവിടെ 1 ഡ്രോപ്പ് എടുക്കുന്നുണ്ട് ഫസ്റ്റ്. കണ്ടോ, ഒറ്റ ഡ്രോപ്പ് എടുത്തിട്ടുള്ളൂ. ഇനി അത് കൈ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക നമ്മളെ കൈ വെച്ചിട്ട് മാക്സിമം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് റൗണ്ട് ചെയ്ത് നല്ലോണം അടിച്ചു കൊടുത്തു. ഇനി നമ്മളെ ക്യാപ്പിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, കൈ വെച്ചിട്ട് അതിന് മേലെ നല്ല കട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക പെയിൻറ്റ് കേട്ടോ. ഭയങ്കരമായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നാമത് വെള്ളം കൂടിയിരിക്കുന്ന ടൈമൊക്കെയാണ്, അല്ലെങ്കിൽ വിനാഗർ കൂടിയിരിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഒട്ടി പിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ കുത്തി അല്ലെങ്കിൽ ഒരു കുഴി പോലെയൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് അവിടെയൊക്കെ ഇങ്ങനെ വലിച്ച് മാക്സിമം കളറാക്കാം കേട്ടോ. ഇനി ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് അടുത്ത രീതിയിൽ കൊടുക്കാം. ഓക്കെ, അതല്ലെങ്കിൽ ഇതേപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഇടയ്ക്ക് കളർ ആഡാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് ഇതുപോലെ തന്നെ കളർ ആഡാക്കാം. ഇനി കൈയൊക്കെ നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലൊന്നും ഒട്ടി പിടിക്കില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും ക്ലേ. കണ്ടോ, എൻ്റെ കയ്യിലൊന്നും ആയിട്ടില്ല. ഞാൻ കൈയൊക്കെ ക്ലീൻ ചെയ്ത് വന്നതിന് ശേഷം ഇതെടുത്തിട്ട് പെയിൻറ്റും കാര്യങ്ങളൊന്നും കയ്യിലാവില്ല കേട്ടോ. കറക്റ്റായിട്ട് അത് അതിലേക്ക് സ്റ്റിക്കായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഒരു റെഡ് കളർ ക്ലേ എങ്ങനെയായിരിക്കും അതേപോലെ തന്നെ നമുക്ക് പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. നല്ലോണം ഒന്ന് ബോളാക്കി ആദ്യം. എന്നിട്ട് നമ്മൾ നോർമലി ക്ലേ വെച്ച് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒരു മോൾഡ് അതിലേക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു മോൾഡിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും കണ്ടോ. ഇനി ഇത് കയ്യിലായാലൊക്കെ വേഗം പോകുന്ന പെയിൻ്റാണ് കേട്ടോ. കയ്യിലോ താഴെയൊക്കെ ആയാലും ഞാൻ ജസ്റ്റ് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒരു ക്ലോത്ത് വെച്ചൊന്ന് തുടച്ച് കാണിച്ചു തരാം. അപ്പോൾ അതാ ഞാൻ കുറച്ചൊന്ന് നോർമൽ വാട്ടർ ഒഴിച്ചു, ഇനി ഒരു ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം പോയി നല്ല നീറ്റായി ക്ലിയറായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് പോകും. അതേപോലെ നല്ല കയ്യുമെന്നായാലും നിങ്ങൾ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ തന്നെ കൈമെന്ന് പോകും. അതുപോലെ സോപ്പിട്ട് വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ റെഡും വൈറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതുപോലെ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.